വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനമായിട്ടും 3 കോർ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം എന്താ പഠിക്കണേ വെച്ചാൽ കേരള ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറെ അധികം സുരക്ഷാ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കറിയാം, നമ്മൾ പല സുരക്ഷാ പദ്ധതികളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ചില പദ്ധതികളാണ് നമ്മൾ പഠിക്കണേ. ഇപ്പോ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്ന പദ്ധതി. എന്താണ് സ്ത്രീ ശക്തി പദ്ധതിയുടെ പ്രത്യേകത എന്നറിയോ നിങ്ങൾക്ക്? ഈ സ്ത്രീ ശക്തി പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ്. ആരാണ്? ആന്ധ്രാപ്രദേശാണ് സ്ത്രീ ശക്തി പദ്ധതി ആരംഭിച്ചേക്കണേ. എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയുടെ പേരാണ് സ്ത്രീ ശക്തി. അപ്പൊ നമുക്ക് മനസ്സിലായില്ലോ, കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പൊ കേരള ഗവൺമെന്റിന്റെ പോലെ ആര് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്ത്രീ ശക്തി പദ്ധതി മനസ്സിലായില്ലേ? അതായത് എന്താണ്? സർക്കാർ ബസ്സുകളില് അല്ലെ, സർക്കാർ ബസ്സുകളില് സൗജന്യ യാത്ര ആർക്കൊക്കെ? സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്. ആ പദ്ധതിയുടെ പേരാണ് എന്ത്? സ്ത്രീ ശക്തി. ആര് കൊണ്ടുവന്നു? ആന്ധ്രാപ്രദേശ് കൊണ്ടുവന്നു. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ഇത് തിരിച്ചിട്ടേക്കാണ്. അതായത് ശക്തി ശ്രീ പദ്ധതി. എന്താണ് ശക്തി ശ്രീ പദ്ധതി? കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ശക്തി ശ്രീ പദ്ധതി ഒഡീഷയാണ്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ശക്തി ശ്രീ പദ്ധതി. അപ്പൊ ഒഡീഷ സംസ്ഥാനത്തുള്ള സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് പെൺകുട്ടികളുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കാനാണ് ശക്തി ശ്രീ പദ്ധതി കൊണ്ടുവന്നേക്കണേ. അടുത്ത പദ്ധതിയുടെ പേര് മഹിളാ സമൃദ്ധി യോജന. അടുത്ത പദ്ധതിയുടെ പേരെന്താ? മഹിളാ സമൃദ്ധി. മഹിളാ സമൃദ്ധി യോജന എന്നാണ് അടുത്ത പദ്ധതിയുടെ പേര്. മഹിളാ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഡൽഹി ഗവൺമെന്റ് ആണ്. എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ലഭിക്കുന്ന പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്ന ഡൽഹി ഗവൺമെന്റിന്റെ പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ മഹിളാ സമൃദ്ധി യോജന പദ്ധതി? ഇനി അടുത്തൊരു പദ്ധതിയുടെ പേരാണ് ദീപം 2.0 പദ്ധതി. ദീപം 2.0 പദ്ധതി. ഇത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ദീപം 2.0 കൊണ്ടുവന്നിട്ടുള്ളത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ്. വനിതകൾക്ക് സൗജന്യമായി എന്തു കൊടുക്കാണ്? ഗ്യാസ് സിലിണ്ടർ നൽകുന്ന പദ്ധതി. വനിതകൾക്ക് സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ നൽകുന്ന പദ്ധതിയാണ് എന്ത്? ദീപം 2.0 പദ്ധതി എന്ന് പറയുന്നത്. ദീപം 2.0 വനിതകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടർ ആണ്. ഇനി അടുത്തത് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന. എന്താണ്? മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്നാണ് അടുത്തതിന്റെ പേര്. മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന. എന്താണ് ഇതിന്റെ പ്രത്യേകത? സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന എന്താണ് പദ്ധതിയാണ് ഇത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഡൽഹി ഗവൺമെന്റ് ആണ്. എന്താണ്? സ്ത്രീകൾക്ക് പ്രതിമാസം, വനിതകൾക്ക് പ്രതിമാസം എത്ര രൂപ കൊടുക്കുകയാണ്? 1000 രൂപ കൊടുക്കുന്ന ഡൽഹി ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ? മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന. മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന. അടുത്തത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ബേട്ടി ബച്ചാവോ അല്ലെ. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ കേട്ടിട്ടുള്ളതാണ് നിങ്ങള്. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ എന്ന് പറയുന്ന പദ്ധതി. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച വർഷം ഒന്ന് ഓർത്തു വയ്ക്കുക, 2015 എന്താണ്? പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പു നൽകുന്നു. പെൺകുട്ടികളുടെ പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം അവരുടെ സുരക്ഷ, അതുപോലെ തന്നെ അവരുടെ സംരക്ഷണം, അവർക്ക് വിദ്യാഭ്യാസം എന്നിവ ഉറപ്പു നൽകാനായി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ അല്ലെ. ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ. അടുത്തത് NPS വാത്സല്യ. അടുത്ത പദ്ധതിയുടെ പേര്
NPS. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് NPS വാത്സല്യ. എന്താണ് NPS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി? അതായത് ഇതും എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ പ്രോജക്റ്റ് ആണ്. എന്ത് NPS വാത്സല്യ എന്ന് പറയുന്നത്? എന്താണ്? കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത. എന്താണ്? ഭാവിയിലുള്ള കുട്ടികളുടെ ഭാവിയിലുള്ള സാമ്പത്തിക ഭദ്രത. അതായത് അവര് ഇപ്പൊ പഠിച്ചൊക്കെ കഴിയുമ്പോ, പഠിക്കുക മീൻസ് അതായത് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോ അവരുടെ ഹയർ സ്റ്റഡീസ്, അങ്ങനെ അവരുടെ പല രീതിയിലുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരൊരു ബിസിനസ് തുടങ്ങാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പു നൽകാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, ഡെപ്പോസിറ്റ് സ്കീം പോലുള്ളതാണ് NPS വാത്സല്യ. ഇനി അടുത്തത് മേരി സഹേലി പദ്ധതി. ഇതും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മേരി സഹേലി പദ്ധതി. എന്താണ് മേരി സഹേലി പദ്ധതിയുടെ പ്രത്യേകത? ഇത് ആരംഭിച്ചേക്കണത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പരിപാടിയാണ് മേരി സഹേലി. ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രികർക്ക് എന്താണ് സഹായം നൽകുക, സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്താ മേരി സഹേലി. അപ്പൊ സ്ത്രീകൾക്ക് ട്രെയിനില് എന്താ പറയാ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേരി സഹേലി ഇന്ത്യൻ റെയിൽവേയുടെയാണ്. അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുകയുണ്ടായി, എന്താണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്? അപ്പോ പലപ്പോഴും പലർക്കും ഈ പതിവയ്ക്കൽ എന്ന് പറയുന്ന പരിപാടിയെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പൊ പതിവയ്ക്കൽ എന്താണ്, എന്തായി ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായി ഇന്ന് ടീച്ചർ പറയണേ. അപ്പൊ പതിവയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു മാതൃ സസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ് പതിവയ്ക്കൽ. അതായത് ഒരു മാതൃസസ്യത്തിന്റെ കമ്പിൽ നിന്ന് എന്തുണ്ടാക്കുകയാണ്, വേര് മുളപ്പിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്. എന്നിട്ട് വേര് മുളച്ചാൽ അത് മുറിച്ച് നമുക്ക് നടാം, പുതിയൊരു സസ്യം ഉണ്ടാവും. അപ്പോ ഈ പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? അതായത് പതിവയ്ക്കൽ മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒരു സസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും പെട്ടെന്ന് കായ് ഫലം തരുന്ന തൈകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പതിവയ്ക്കൽ. ഈ പതിവയ്ക്കൽ മാത്രമാണോ അതിന്റെ മാർഗം? പതിവയ്ക്കൽ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കമ്പൊട്ടിക്കൽ എന്ന് പറയുന്ന പരിപാടി ചെയ്യാം, അതുപോലെ തന്നെ മുകുളമൊട്ടിക്കൽ എന്ന് പറയുന്ന പരിപാടി ചെയ്യാം. ഇങ്ങനെ പല രീതികൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാതൃസസ്യത്തിന്റെ അതേ ഗുണത്തോട് കൂടിയിട്ടുള്ള എന്തുണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് കായ്ഫലം തരുന്ന വേറൊരു എന്താ പറയാ തൈ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള 3 മാർഗങ്ങളാണ് പതിവയ്ക്കൽ, കമ്പൊട്ടിക്കൽ, മുകുളം ഒട്ടിക്കൽ തുടങ്ങിയവ. ക്ലിയർ ആയില്ലേ? പതിവയ്ക്കൽ നമ്മൾ എന്താന്ന് പറഞ്ഞു, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിക്കുകയാണ് അല്ലെ. എന്നിട്ട് വേര് മുളയ്ക്കുമ്പോ മുറിച്ച് നടുന്നതാണ് പതിവയ്ക്കല്. ഈ പതിവയ്ക്കൽ നടത്താൻ പറ്റുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? പേരയ്ക്ക് നമുക്ക് പതിവയ്ക്കാം, അതുപോലെ തന്നെ സപ്പോട്ട മരത്തിന് പതിവയ്ക്കാം, ചാമ്പ മരത്തിന് പതിവയ്ക്കാം, ബദാമിന് പതിവയ്ക്കാം, അതുപോലെ തന്നെ അത്തിമരത്തിന് പതിവയ്ക്കാം. അപ്പൊ പതിവയ്ക്കല് ഇത്ര മരങ്ങൾക്കാണ് നമ്മൾ നടത്തുക. ഇനി പതിവയ്ക്കല് വിവിധ തരങ്ങളിൽ പതിവയ്ക്കുന്നത്, പല രീതിയിൽ പതിവയ്ക്കാം. ഈ പതിവയ്ക്കലിനെ തന്നെ നമുക്ക് 2ആയി തിരിക്കാം എന്നാണ് പറയുന്നത്. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. പതിവയ്ക്കലിനെ 2ആയി തിരിക്കാം. എന്താണ്? ഒന്നാണ് പതിവയ്ക്കലിന്റെ 2 രീതികളിൽ. ഒന്ന് വായുവിൽ പതിവയ്ക്കും. എന്താണ്? വായുവിൽ പതിവയ്ക്കും. അടുത്തതിന്റെ പേര് നാഗപതിവയ്ക്കൽ എന്നാണ്. ഈ നാഗപതിവയ്ക്കലാണ് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ച ചോദ്യം. അപ്പൊ വായുവിലും നമുക്ക് പതിവയ്ക്കാം, നാഗപതിവയ്ക്കലും നടത്താം. വായുവിൽ പതിവയ്ക്കുന്നതാണ് എന്തിനെയൊക്കെ? പേര, അതുപോലെ തന്നെ കശുമാവ്, അതുപോലെ തന്നെ സപ്പോട്ട, അതുപോലെ തന്നെ എന്താ പറയാ റോസ്, അതുപോലെ തന്നെ ചാമ്പ, അതുപോലെ തന്നെ അത്തി, അതുപോലെ തന്നെ ബദാം. ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വായുവിൽ പതിവയ്ക്കൽ നടത്താം. എന്നാൽ ബോഗൺവില്ല കണ്ടിട്ടില്ലേ നിങ്ങള്? ബോഗൺവില്ല കണ്ടിട്ടുണ്ട്. അതുപോലെ മുല്ലയുണ്ട്, അതുപോലെ തന്നെ പിച്ചി ഉണ്ട്, അതുപോലെ കുരുമുളക്, ഏതാണ്? കുരുമുളക് ഉണ്ട്. എന്താണ്? മുന്തിരി ഉണ്ട്, പിന്നെന്താണ്? ജമന്തി ഉണ്ട്.
അതുപോലെ തന്നെ ഈ എന്താ കുരുമുളകിന്റെ പോലെ തന്നെ ഉള്ളതാണ് വെറ്റില അല്ലെ. ഇതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നാഗപതിവെക്കൽ നടത്താൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ നാഗപതിവെക്കൽ, ഇനിയിപ്പൊ അതിനൊരു സംശയം വേണ്ട. ചെടികൾക്ക് നീളമുള്ള ശാഖ, ഇപ്പൊ മുല്ലയ്ക്ക്, പിച്ചിക്ക്, വെറ്റില, കുരുമുളക്, മുന്തിരി, ജമന്തി, ഇങ്ങനെ നീളത്തിലൊക്കെ എടുക്കുക അല്ലെ. ഇതൊക്കെ ബോഗൺവില്ലയൊക്കെ നീണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യും? ഈ നീളമുള്ള ശാഖകളെ മണ്ണിനടിയിലേക്ക് വെക്കും. അങ്ങനെ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളില് ഇടവിട്ട് മണ്ണ് മൂടി കൊടുക്കും. അപ്പൊ എന്തു ചെയ്യും? അവിടെ വേര് മുളയ്ക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? നാഗപതിവെക്കൽ എന്ന് പറയുന്നത്. അപ്പൊ വായുവിലും പതിവെക്കാം, നാഗപതിവെക്കലും നടത്താം. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ പതിവെക്കൽ ഇനിയുണ്ട്. സാധാരണ പതിവെക്കലുണ്ട്, നാഗപതിവെക്കലുണ്ട്, നാക്കുപതിവെക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതുപോലെ ചാലിൽ പതിവെക്കല്, കൂന പതിവെക്കൽ, അങ്ങനെ പല രീതിയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഗപതിവെക്കലാണ്. അതിൽ ഏറ്റവും പ്രധാനം വെറ്റിലയും കുരുമുളകും മുന്തിരിയൊക്കെയാണ്. ബോഗൺവില്ല, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഇനി കമ്പൊട്ടിക്കൽ നമ്മൾ പറഞ്ഞു, അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മാവ്, അതുപോലെ തന്നെ പ്ലാവ്, അതിനൊക്കെയാണ് എന്ത് നടത്തുക? കമ്പൊട്ടിക്കൽ നടത്തുക കേട്ടോ. അതുപോലെ തന്നെ മുകുളമൊട്ടിക്കലും കൂടി നമ്മൾ പറഞ്ഞു. മുകുളമൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുകുളമൊട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ പതിവെക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പതിവെക്കലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. വായുവിൽ പതിവെക്കലും നാഗപതിവെക്കലും ട്ടോ. സാധാരണ രീതിയിൽ പതിവെക്കലിനെയാണ് വായുവിൽ പതിവെക്കൽ എന്ന് പറയുക. നാഗപതിവെക്കൽ സപ്പോട്ട, പേര, മുല്ല, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നാഗപതിവെക്കൽ നടത്തും. നാഗപതിവെക്കലിൽ പ്രധാന വെറ്റിലയും കുരുമുളകും അങ്ങനെയുള്ളതൊക്കെയാണ് ട്ടാ. അപ്പൊ ഇത്രയും കാര്യങ്ങള് പതിവെക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് നമ്മളോട് പല കണ്ടുപിടുത്തങ്ങള്, ഓരോ സംഭവങ്ങള് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരുടെ കാര്യം ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് കണ്ടുപിടുത്തങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് കെമിസ്ട്രിയിലാണ് കണ്ടുപിടുത്തങ്ങൾ കൂടുതലും ടീച്ചർ കണ്ടകണം. അപ്പൊ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ എന്ന് ആലോചിക്കുകയാണ്. സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് ഇത് പറയുന്നത്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ എന്ത് കണ്ടുപിടിച്ചു? ആറ്റം കണ്ടുപിടിച്ചു. അടുത്തത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് കണ്ടുപിടിച്ചു എന്ത്? ന്യൂട്രോൺ. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് കേട്ടോ. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ. എപ്പോഴും പരീക്ഷയ്ക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ഇലക്ട്രോൺ. ജെ ജെ തോംസൺ ആണ്. ജെ ജെ തോംസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇനി അടുത്തതാണ് പോസിട്രോൺ. എന്താണ്? പോസിട്രോൺ. ആരാണ് പോസിട്രോൺ കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ്. ആരാണ്? കാൾ ആൻഡേഴ്സൺ. കാൾ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആളാണ്. കാൾ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത്? നമ്മുടെ പോസിട്രോൺ കണ്ടുപിടിച്ചത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുണ്ട് ആറ്റത്തിന്റെ വേവ് മെക്കാനിക് മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റത്തിന്റെ വേവ് മെക്കാനിക് മാതൃക കണ്ടുപിടിച്ചത് ഇർവിൻ. ആരാണ്? ഇർവിൻ ഷ്രോഡിംഗർ. ഇർവിൻ ഷ്രോഡിംഗർ ആണ് എന്ത് കണ്ടുപിടിച്ചത്? വേവ് മെക്കാനിക് മാതൃക കണ്ടുപിടിച്ചത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചു? പ്രോട്ടോണും കണ്ടുപിടിച്ചു, സൗരയൂഥ മാതൃകയും കണ്ടുപിടിച്ചു. ഈ സൗരയൂഥ മാതൃകയ്ക്ക് എന്തും കൂടി വിളിക്കാം നമുക്ക്? ന്യൂക്ലിയസ് മാതൃക എന്നും കൂടി വിളിക്കാം. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് മാതൃക അല്ലെങ്കിൽ സൗരയൂഥ മാതൃക റൂദർഫോർഡ് കണ്ടെത്തി. ഇനി ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത് ആരാണ്? ജെ ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത് അല്ലെ.
അതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് മാത്രല്ല റൈസിൻ പുഡിംഗ് മോഡൽ എന്നും പറയും. റൈസിൻ പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ എന്ത് പറയും, വാട്ടർ മെലൻ മാതൃക എന്നും പറയും. വാട്ടർ മെലൻ മാതൃക എന്നും പറയും. അപ്പൊ ഇത്രയാണ് കണ്ടുപിടുത്തങ്ങൾ. 3 ടോപ്പിക്കാണ് നമ്മള് എന്താ പറയുന്നത്. ഇനി അധികം ദിവസം ഇല്ല, നമ്മുടെ 60 ദിവസം തീരും. അതിനൊപ്പം തന്നെ എന്താണ് നമ്മുടെ ഇതും കൂടെ, അതായത് ഇപ്പോ നമ്മള് സൈഡിൽ കൂടെ തന്നെ റിവിഷനും കൂടെ നടത്തേണ്ട. റിവിഷനും കൂടി ഭംഗിയായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക. തീർച്ചയായിട്ടും ഭംഗിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ആ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാട്ടോ.